19th of January, അതായത് നമ്മുടെ ഋതു ശ്രീവിക്കുട്ടിയുടെ ബർത്ത്ഡേ 19th of January. അന്ന് തന്നെയാണ് ആളുടെ അമ്മ ആതിരയുടെയും ആതിരയുടെ ഫാദർ സത്യനങ്ങളുടെയും ബർത്ത്ഡേ. ഇവർ 3 പേര് ഒരു ദിവസമാണ് ജനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കുടുംബം 3 ജനറേഷൻ ആയിട്ട് ഒരു ഡേറ്റ് അങ്ങ് സ്വന്തമാക്കി എടുത്തിരിക്കുക. They keep us going when the trials that we steal our hope. Lift your eyes and you'll see life's just a journey, a path if you seek, it will find you. Abudi Bone! കല്യാണം കഴിക്കുമ്പോൾ 9 വർഷം ഞങ്ങൾ പ്രേമിച്ച് ആണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതൊരു ലൈഫ്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയത് വേറൊരു ലൈഫ്. അപ്പോൾ അതുപോലെ 9 വർഷത്തെ ഇത് കഴിഞ്ഞിട്ട് ഇവളെൻ്റെ ഭാര്യയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവളുടെ കൂടുതൽ സ്വഭാവം കുറച്ച് അവളുടെ ആ ഇതും എനിക്ക് മനസ്സിലായത്, നെഗറ്റീവ്സും എല്ലാം എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും മൊത്തം സ്വഭാവം പുറത്തെടുത്തിട്ടില്ല. വേറെ ലോകത്തേക്ക് എന്നെ എത്തിച്ച ആ ഒരു ഇതുണ്ട്, അത് നമ്മൾ ഫീൽ ചെയ്ത് തന്നെ അറിയണം. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഒക്കെ നമ്മളെങ്ങനെയാണ് സ്നേഹിച്ചിട്ടുള്ളത്, പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. എനിക്ക് രാവിലെ എണീച്ചുള്ള മുഖം കാണണം, ഉറങ്ങുമ്പോഴുള്ള മുഖം കാണണം, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കളി പോകും. Sometimes this world can feel like a battle when the light of a victory seems low. നന്ദചിറ്റപ്പോ ഓടിവായോ. അങ്ങനെയാണെങ്കിൽ നന്ദചിറ്റപ്പൻ കുറച്ചു നേരത്തേക്ക് നമ്മുടെ വാവയെ ഒന്ന് എടുക്കുവോ? We will overcome the storms and the shadows, 'cause each of us are stronger than we know. Jump right in. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ശ്രീവിക്ക് ഒരു വർഷം മാത്രമായതല്ല, എൻ്റെ പല പല വേദനകളുടെയും എൻ്റെ സാക്രിഫൈസിൻ്റെയും എൻ്റെ ഉറങ്ങാത്ത രാത്രികളുടെയും എൻ്റെ മാത്രമല്ല എൻ്റെ 2 അമ്മമാരുടെയും ഒക്കെ എൻ്റെ ചേച്ചിയുടെയും ഒക്കെ ദിവസങ്ങളും കൂടിയാണ്. അപ്പം മദർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള മൊമെൻ്റ് മാത്രമല്ല, അതിലൂടെ കടന്നു പോകും. ഇതുപോലൊരു ഹാർഡസ്റ്റ് സിറ്റുവേഷനാണ് ഞാൻ കടന്നു പോയിട്ടുമില്ല. വാവയുടെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും? രണ്ടുപേരും ഒന്നിട്ട് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഹഗ് കൊടുത്തോളൂ. അപ്പയാടി